ഇടുക്കിയിലെ നെടുങ്കണ്ടത്തെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി സജിയെ കോടതിയിൽ ഹാജരാക്കി. സജിയുടെ അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റജിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, എന്നായിരുന്നു ഈ കൊലപാതകം നടന്നത്? അജിംസ് 14 ദിവസത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. നെടുങ്കണ്ടം കോടതിയിലാണ് പോലീസ് ഹാജരാക്കിയത്. എന്നാൽ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന ആവശ്യം പോലീസ് കോടതിയുടെ മുമ്പിൽ വെച്ചിരുന്നു. പക്ഷേ ഇത് കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കിയാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. പകരം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായൊക്കെ ദീർഘമായ ചോദ്യം ചെയ്യലായിരുന്നു സജിയെ പോലീസ് നടത്തിയിരുന്നത്. പക്ഷേ അത് പോരാ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കോടതി ഇതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് പറയുന്നത് ഇപ്പോൾ നിലവിൽ സജി നൽകിയിരിക്കുന്ന മൊഴിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയില്ല. നിലവിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ മൂലമാണ് കൊലപാതകത്തിലേക്ക് പോയത് എന്നുള്ള വിശദീകരണമാണ് സജി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടി കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്ന ആവശ്യം പോലീസ് കോടതിയുടെ മുമ്പിൽ വെച്ചിരുന്നെങ്കിലും കോടതി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ പ്രതി ഇനി നെടുങ്കണ്ടത്തുള്ള ജയിലിലേക്ക് മാറ്റുകയാണ് പ്രതി സജിയെ. നെടുങ്കണ്ടം ഇരട്ട കൊലപാതകത്തിൽ ഏറ്റവും നിഷ്ഠൂരമായാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിനോട് സജി വെളിപ്പെടുത്തിയിട്ടുള്ളത്. വൈകിട്ട് ഈ മാസം 4-ാം തീയതി വൈകിട്ട് മദ്യപിച്ച് വീട്ടിലെത്തിയ സജി സഹോദരൻ റജിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവശ നിലയിലാക്കുകയും ചെയ്തു. പിന്നീട് കസേരയിൽ ഇരുത്തി കഴുത്തിൽ തോർത്തിട്ട് മുറുക്കിക്കൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സജി പോലീസിനോട് പറഞ്ഞത്. പിന്നീടാണ് മാതാവ് മേരിക്കുട്ടിയെ ക്രൂരമായി ആക്രമിക്കുന്നത്. കൈകൊണ്ട് കറക്കി ഭിത്തിയിൽ അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സജി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇരുവരെയും വീടിന് പുറത്ത് ഒരു പച്ച ചാക്കിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയുണ്ടായി. 2 ദിവസത്തിന് ശേഷം തൊട്ടടുത്തുള്ള വീടിനോട് ചേർന്നുള്ള ഏലക്കാടിനുള്ളിൽ കുഴി കുത്തി അതിനുള്ളിൽ ഇരുവരെയും മൂടി എന്നുള്ളതാണ് പോലീസിനോട് സജി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് കുറെ കൂടി ദിവസം കൂടി കസ്റ്റഡിയിൽ അനുവദിക്കണമെന്നുള്ള ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതി ഇത് തള്ളുകയാണ്. 14 ദിവസത്തേക്ക് നെടുങ്കണ്ടം ഇരട്ട കൊലപാതക കേസിലെ പ്രതി സജിയെ റിമാൻഡിൽ വിട്ടിരിക്കുന്നു നെടുങ്കണ്ടം കോടതി എന്നുള്ളതാണ് അജിംസ. ആഷിഖ്, ഇത് എന്നാണ് ഈ കൊലപാതകം ഉണ്ടായത്? അജിംസ, ഈ മാസം 4-ാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി ഈ പറയുന്ന കൊല്ലപ്പെട്ട 2 പേർ മേരിക്കുട്ടിയെയും മകൻ റജിയെയും കാണാനില്ല എന്നുള്ള സംശയം ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഇവരുടെ മകൾ സിനിയാണ് പോലീസിൽ പരാതിപ്പെടുന്നത്. സിനി പറഞ്ഞിരുന്നത് കഴിഞ്ഞ 9-ാം തീയതി മുതൽ ഇരുവരെയും കാണാനില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സജി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് 4-ാം തീയതി വൈകിട്ടാണ് ഈ കൊലപാതകം നടക്കുന്നത് എന്നുള്ളതാണ്. 4-ാം തീയതി സജി വീട്ടിലേക്ക് മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് വീട്ടിൽ സംഘർഷമുണ്ടാകുന്നു. സംഘർഷത്തിൽ റജിയെ ക്രൂരമായി മർദ്ദിക്കുന്നു, റജിയെ കൊലപ്പെടുത്തുന്നു. ഇത് തടയാനെത്തിയ മാതാവിനെയും കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്രത്തോളം ദിവസം, ഇന്നിപ്പോൾ 29-ാം തീയതിയായി, ദിവസങ്ങളോളം ഇത് മൂടിവെക്കാനുള്ള ശ്രമം സജി നടത്തി എന്നുള്ളതാണ്. ഈ കൊലപാതകം നടത്തി ഇത് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടതിന് ശേഷം അതേ വീട്ടിൽ തന്നെയാണ് സജി കിടന്നുറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും എത്രത്തോളം ക്രൂരമായാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് വിശദീകരിക്കുന്ന സംഭവം. ഇന്നലെയാണെങ്കിലും നമ്മൾ അവിടെ എത്തിയ സമയത്ത് വളരെ ദുർഗന്ധമായിരുന്നു. ആ വീടിനും മറ്റ് സമീപ പ്രദേശങ്ങളിലുമൊക്കെ മൃതദേഹം അഴുകിയതിൻ്റെ വളരെ ദുർഗന്ധം പ്രദേശത്തുണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു സജി ഏതാനും ദിവസങ്ങൾ, ഏതാണ്ട് ഒരാഴ്ചയോളം ആ വീട്ടിൽ കഴിഞ്ഞു കൂടിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ക്രൂരത. എത്രത്തോളം ക്രൂരമായ കൊലപാതകമാണ് സജി ചെയ്തത് എന്നുള്ളതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഏതായാലും കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈ കൊലപാതകം നടന്നത്. കൊലപാതകം താൻ ഒറ്റയ്ക്കാണ് ചെയ്തത് എന്ന സജിയുടെ മൊഴിയെ പോലീസ് പൂർണ്ണമായും ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കുന്നില്ല. അതേസമയം സജിയുടെ പിതാവ് മാത്യുവിന്റെ തിരോധാനം 8 വർഷം മുമ്പ് മാത്യുവിനെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ വിഷയം കൂടി സജിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. സജിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് മാത്യുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് ശ്രമിക്കുന്നത്. നിലവിൽ ബന്ധുക്കൾ തന്നെയും ആരോപിക്കുന്നത് മാത്യുവിന്റെ തിരോധാനത്തിലും സജിക്ക് പങ്കുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ ഒരു കൊലപാതകം കൂടി സജി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. നിലവിൽ 2018-ൽ മാത്യുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ അന്വേഷണം പുരോഗമിച്ചില്ല എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകിയത്. സജിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.